good morning, welcome back to my channel Ivan's Dream World. അപ്പോൾ ഇന്ന് നമ്മുടെ സൗത്ത് ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് രാവിലെ തന്നെ നല്ല സൺറൈസിൻ്റെ മനോഹരമായ വ്യൂവും അതുപോലെ തന്നെ ലേക്ക് വ്യൂവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കൺകുളിർക്കുന്ന കാഴ്ചകളുമായി നമ്മൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. കുറേ കാര്യങ്ങൾ ഇന്ന് നമുക്ക് കാണാനായിട്ടുണ്ട്. വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. എല്ലാവർക്കും എടുത്ത് വെച്ച് സെറ്റ് ആവണം. ഇച്ചിനെ ഒരിക്കൽ ഓൾറെഡി വിട്ടു. ഇനി ഞങ്ങളോട് റെഡി ആയിട്ട് നമുക്ക് ഇറങ്ങണം. ഇന്നത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുന്നത്. ഇന്നലെ നമ്മളിതൊന്നും കണ്ടില്ല, കാരണം വന്നത് രാത്രിയായിരുന്നു. ഞങ്ങൾ എയർബിഎൻബി വഴിയായിരുന്നു അക്കോമഡേഷൻ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളവിടെ വന്നു, നമ്മൾ സ്റ്റേ ചെയ്തു. ഇന്ന് രാവിലെ പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ബ്യൂട്ടിഫുൾ പ്ലേസ് നമ്മുടെ കണ്ണിൽ പെടുന്നത്. ശരിക്കും എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ചെടികളെല്ലാം നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ലേക്ക് വ്യൂ ആണ്, ഒന്നും പറയാനില്ല. അതിനോടൊപ്പം തന്നെ മൗണ്ടൻസ്, ആ മൗണ്ടൻസിൻ്റെ ഇടയിലൂടെ ആ മേഘങ്ങൾ ഇങ്ങനെ വെള്ളയായിട്ട് നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല ക്ലിയർ പിക്ചർ തരുന്ന ഒരു സ്കൈയും കൂടെ ആയിരുന്നു. അല്ലെങ്കിലും ന്യൂസിലൻഡിൻ്റെ സ്കൈ എപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. പിന്നെ നമ്മളെ അട്രാക്ട് ചെയ്ത മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ ചെടികൾ നോക്കി അതിൻ്റെ കളേഴ്സ് എൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള പലതരത്തിലുള്ള ചെടികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റെഡ്, യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ അങ്ങനെ മിക്സഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ നാച്ചുറൽ ബ്യൂട്ടിയെ ഒന്നും കൂടെ അത് എന്നാ പറയണ കൂട്ടുന്ന ഒരു കാഴ്ചയായിട്ടാണ് നമുക്ക് തോന്നിയത്. അപ്പം രാവിലെ തന്നെ നല്ല പോസിറ്റീവ് വൈബ് തരുന്ന ഒരു കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മൾ നടക്കുന്നത്. പിന്നെ അതേ ഒരു ലാവൻഡറിൻ്റെ കൂട്ടമുണ്ട്. ഈ ഒരെണ്ണം മാത്രമല്ല കേട്ടോ, അപ്പുറത്തെ സൈഡിലും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വന്നത് എസ് റെൻ്റൽസിൻ്റെ എന്നായിരുന്നു നമ്മൾ റെൻ്റ് എടുത്തെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു. 10 സീറ്റർ വണ്ടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സൗകര്യത്തോടു കൂടി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സ്പേഷ്യസ് ആയിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം റെഡിയായി വണ്ടിയിൽ തന്നെ കയറിയിരുന്നു. അവരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇന്നത്തെ ആക്ടിവിറ്റീസ് പോകാനും കളിക്കാനും ഒക്കെ അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് അവരെല്ലാം ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എൻട്രിക്കുട്ടൻ അവിടെ നിന്ന് കുപ്പിയൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇന്ന് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ മെയിനായിട്ടും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ക്യൂൻസ് ടൗൺ തന്നെയാണ്. ഇത് ക്യൂൻസ് ടൗൺ സിറ്റിയിലൂടെ നമ്മൾ പോകുന്നതാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡ് നോക്കുമ്പം ഫുള്ള് നമുക്ക് മോട്ടൽസും ബിൽഡിങ്സും മൊത്തമാണ് നമുക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഫുള്ളി ലേക്ക് വ്യൂ തന്നെയാണ്. ഒരു ബിഗ് ലേക്കാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഈ പോകുന്ന വഴിയിൽ തന്നെ നല്ല ഭംഗിയുള്ള ചെടികളും മരങ്ങളും ഒക്കെ നിൽപ്പുണ്ട്. ബിൽഡിങ്സ് ഒക്കെ ഒത്തിരി ഉണ്ടെങ്കിലും അതിനിടയിലെല്ലാം നല്ല മരങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് പോകുന്നത് സ്കൈ ലൈനിലാണ്. സ്കൈ ലൈനിൽ മെയിനായിട്ടുള്ളത് ഗൊണ്ടോലയും ലൂജുമാണ്. അപ്പോൾ അവിടേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇതൊക്കെ നോക്കി നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുന്ന പോലെ ഒരു ഓൾഡ് സിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ നല്ല മനോഹരമായിട്ടുള്ളൊരു സിറ്റി കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ എയിം എന്ന് പറയുന്നത് സ്കൈ ലൈനാണ്. അപ്പം അവിടെ പോയിട്ട് നമുക്ക് അവിടെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങളിതേ സ്കൈ ലൈനിലെത്തി. അവിടെ ഇറങ്ങി നമ്മളിനി അകത്തേക്ക് കയറണം. നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പോൾ ടിക്കറ്റ് ഞങ്ങൾ ഓൺലൈൻ എടുത്തില്ല, ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം. കാരണം എന്താണ് നമുക്കുള്ള ഒരു നമുക്ക് പറ്റുന്ന ഫാമിലി പാക്ക് നോക്കി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നു. ദേച്ചിയൊക്കെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ ഇങ്ങനെ ലൈനായിട്ടുണ്ട്. പക്ഷേ ഇന്ന് വലിയ തിരക്കില്ല, രാവിലെ നമ്മൾ വന്നതുകൊണ്ടാവും. അങ്ങനെ ഞങ്ങൾ കൗണ്ടറിൽ പോയി നമുക്ക് പറ്റുന്ന ടിക്കറ്റ് ഞങ്ങൾ എടുത്തു. ഇനി നമ്മൾ ഗൊണ്ടോലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാവരും റെഡിയായി ഗൊണ്ടോല കയറാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഗൊണ്ടോലാസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കയറാനുള്ളത് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഒരെണ്ണം വന്നപ്പം അവിടുത്തെ ആൾ എക്സ്പ്ലെയിൻ ചെയ്തു ഇത് സൈക്കിൾ വെച്ചിട്ട് പോകാനുള്ളതാണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ സൈക്കിൾ ഇല്ലാത്തതുകൊണ്ട് അതിൽ നമുക്ക് കയറാൻ പറ്റില്ല. രണ്ടാമത് വരുന്ന ഗൊണ്ടോലയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മൾ ഡോറ് തുറക്കുമ്പോൾ നമ്മളപ്പം തന്നെ അകത്തേക്ക് കയറുന്നു. ഞങ്ങൾ അകത്തേക്ക് കയറി, ഹാന കയറി, ഇച്ചു കയറി, അപ്പ കയറി. അപ്പം നമ്മളെല്ലാവരും തന്നെ അതിനകത്ത് കയറി ഞങ്ങളതിൽ സെറ്റായി. ഞങ്ങള് ഗൊണ്ടോലയിൽ കയറി. ഇനി നമ്മൾ മേളിലോട്ട് പോകണം. അപ്പം നമ്മളിവിടെ വന്നു, ലൂസ് റൈഡ്സ് ടിക്കറ്റ് എടുത്തു. നമ്മുടെ ക്ലോസ് ആയി, നമ്മുടെ റൈഡ് ഗൊണ്ടോല ക്ലോസ് ആയി. നമ്മൾ പോവാം, മേളിലോട്ട് പോവാണ്. അപ്പം ഇനി മേളിൽ പോയിട്ട് ലൂസ് റൈഡിലേക്ക് നോക്കാം നമുക്ക് കേട്ടോ. അത്രയും മേളിലോട്ട് പോകാൻ എല്ലാരും
ഇവൻ പേടിച്ചിരിക്കുന്നു. അങ്ങനെ കണ്ടോ, ഗുഡ് ബൈ സ്പൈഡർമാൻ എന്ന് പറഞ്ഞതാ. ഗൊണ്ടോലയിലൊക്കെ കയറി അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇതേ ബഹളമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ എൻജോയ് ചെയ്ത് ഞങ്ങൾ ഗൊണ്ടോലയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല വ്യൂസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും നല്ല മേളിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ മുകളിലോട്ട് പോകുന്തോറും താഴെ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതേ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇച്ചുവിന് ചെറിയ പേടിയൊക്കെ ഇടയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു, പക്ഷേ ആൾ ഓക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങളിതേ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ഗൊണ്ടോലയിൽ പോവാണ്. ഇനി മേളിൽ നമുക്ക് ചെന്നിട്ട് വേണം ലൂജിൽ കയറാൻ. തുടങ്ങിയായി പെണ്ണുങ്ങളുടെ ആരവാക്കം തുടങ്ങിയായി. ഞങ്ങളങ്ങനെ മുകളിലേക്ക് എത്തി. അവിടെ വരുമ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന് അവിടുന്ന് കയറി വേണം നമുക്ക് ലൂജിലേക്ക് പോകാനായിട്ട്. അവിടുന്ന് നോക്കുമ്പോൾ തന്നെ വിൻഡോസിലൂടെ നോക്കുമ്പം ആ ഗൊണ്ടോലയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മാപ്പുണ്ട്. അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ്ങിനുള്ള ഓഫീസും അവിടെ തന്നെയുണ്ട്. നമുക്ക് പാരാഗ്ലൈഡിങ് ചെയ്യണമെങ്കിൽ അവിടെ പോയി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അവർ കൊണ്ടുപോകും. പിന്നെ അതേ ലൂജ് വ്യൂവിംഗ് ഡെക്കാണ്. നമ്മളിനിയിപ്പോൾ നടക്കുന്നത് അവിടേക്കാണ്. അതിപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ഷോപ്പ് കാണാനായിട്ട് പറ്റി. അതിൽ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ അതിനകത്തേക്ക് കയറിയില്ല. നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നത് നമ്മുടെ വ്യൂവിംഗ് ഡെക്കിലേക്കാണ്. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ക്യൂൻസ്റ്റൗണിൻ്റെ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. താഴോട്ട് കണ്ടില്ലേ, ഫുൾ ആ ഒരു ടൗൺ നമുക്കങ്ങനെ കാണാൻ പറ്റും. ലേക്കും അവിടുത്തെ ബിൽഡിങ്സും കാര്യങ്ങളും എല്ലാമായിട്ട് നല്ലതായിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സൈറ്റാണത്. ഒരു ടെലിസ്കോപ്പ് വെച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ പൈസ ഇട്ടെങ്കിൽ മാത്രമേ നമുക്കതിലൂടെ വ്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങളിത് ഇപ്പം നമ്മൾ ഈ നടന്നു പോകുന്നത് ലൂജിലേക്കാണ്. അതിനുള്ള ഒരു ബ്രിഡ്ജ്, ഒരു വേ അവിടെ വെച്ചിട്ടുണ്ട്. മുകളിലോട്ട് പോയാൽ ട്രക്കിംഗ് ഹൈക്കിങ്ങിനുള്ളതാണ്, താഴേക്ക് പോയാൽ ലൂജ് എൻട്രിയാണ്. അപ്പോൾ നമ്മൾ ലൂജിലേക്ക് പോവുകയാണ്. എൻട്രിക്കുട്ടൻ അടുത്ത് ജുലു തൊളയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻട്രിക്കുട്ടനെ എടുത്തുകൊണ്ട് ജുലു നടക്കുന്നു, ഞങ്ങളും നടന്നു പോകുന്നു. കുഞ്ഞുങ്ങളെല്ലാം ഓടി പോകുന്നുണ്ട്. പക്ഷേ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം ഇതുവഴി പോകാനായിട്ട്, കാരണം സ്റ്റീപ്പായിട്ടുള്ളൊരു വേ ആണ്. കൺസ്ട്രക്ഷനും അപ്പുറത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നത് ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ഇതിനകത്താണ്, ഈ ഒരു ലിഫ്റ്റിലാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് നമ്മൾ ലൂജിൽ താഴേക്ക് വരും. അപ്പോൾ നമ്മൾ പോകേണ്ടത് ആ ലൂജ് അതിൻ്റെ ഈ നമ്മൾ പോകുന്ന ലിഫ്റ്റിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് അവർ മുകളിലേക്ക് വെക്കുന്നുണ്ട്. കാരണം അവിടുന്ന് കഴിഞ്ഞത് താഴേക്ക് വരാൻ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് പോകുന്നത്. താഴെ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ലൂജ് പോകുന്നത്, ലൂജ് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങളും അത് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ലൂജ് റൈഡ് ചെയ്യുന്ന ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും കിട്ടിയില്ല. ഫേസ്റ്റ് റൈഡ് ടുഡേ എന്ന് പറഞ്ഞിട്ടൊരു ആരോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെ അവിടെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒരു ട്രെയിനിങ് ഒക്കെ തന്നു കഴിഞ്ഞിട്ട് നമുക്ക് ലൂജ് തരും. ലൂജ് ആണ് അവിടെ ഇരിക്കുന്നത്, അത് തന്ന് നമ്മൾ പോകും. ഇനി ഞങ്ങൾ അടുത്തത് പോകുന്നത് നമ്മൾ ജെറ്റ് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യൂൻസ്റ്റൗണിൻ്റെ ആ സിറ്റി കൂടെ നടന്ന് ഞങ്ങൾ പോവുക. എന്ത് രസമുണ്ട് കാണാനെന്നറിയോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഹാബറിലേക്ക് ചെന്നപ്പോൾ അവിടെ കുറേ ഡക്കും, പിന്നെ ഇതാണ് ജെറ്റ് ബോട്ടിങ്ങിൻ്റെ അവിടുത്തെ സ്ഥലം. ഞങ്ങൾ ജെറ്റ് ബോട്ടിലാണ് ബുക്ക് ചെയ്തത്. എല്ലാവരും റെഡിയായി. ജെറ്റ് ബോട്ടിങ്ങിന് 1 hour ജെറ്റ് ബോട്ടിംഗ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് ബോട്ടിൽ കയറാനിങ്ങനെ റെഡിയായിട്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. നമ്മുടെ ബോട്ട് അവിടെ വന്ന് കിടപ്പുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ. ജെറ്റ് ബോട്ടിങ്, സ്പീഡ് ബോട്ടിംഗ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കയറാനായിട്ട് എല്ലാവരും തയ്യാറായത്. ഇച്ചിനെ നമ്മൾ ആദ്യമേ ബോട്ടിനകത്തേക്ക് കയറ്റുകയാണ്. ഏറ്റവും ലാസ്റ്റുള്ള സീറ്റാണ്. അപ്പോൾ ഇച്ചിനെ അതിനകത്ത് കയറ്റി ഇരുത്തി. അത് കഴിഞ്ഞിട്ട് അച്ചാനും അതിനകത്തേക്ക് കയറുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ബോട്ടിൽ കയറി ഇനി ജെറ്റ് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. The safety briefing today is quite simple. 3 main things. First thing is, whenever the boat's moving, please remain seated, holding onto the silver handrail just on here there, with your feet ready for if you below that. That's especially important when you see me do this signal. And after the boat's going to go into its spin, best thing to do there is push both your arms and your legs and put yourself against the back of the seat. Last thing is, if you're on the edge of the boat, please make sure you keep your foot fast in the boat. You'll get quite close to the beautiful sea. I've also got some safety equipment on board us. First aid kit up here below the dash, the radio down here behind me as well as the backup on my chest, fire extinguisher down beside my feet.
First one is the shape of the boat. So the bottom of the boat's very flat, which gives us a large surface area to plane on. Keeps us up high in the water. And the second thing is with the jet boat, we don't actually have a propeller beneath us. So the way this boat works, we've got two big Chevy V8s in the back there, and they both spin an impeller which is up inside of the boat. And those two impellers suck water through two grills in the bottom of the boat, which is out 2 knots in the air. So essentially the bottom of the boat's very flat. There's nothing hanging down below it to catch on the bottom of the river. ജെറ്റ് ബോട്ടിങ് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സ്പിന്നിങ്ങും സ്പീഡായിട്ട് പോകുന്നതും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരേ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ, വെള്ളം നല്ല തണുപ്പായിരുന്നു. അപ്പോൾ തണുപ്പ് വെള്ളം നമ്മുടെ മുഖത്തേക്ക് അടിച്ചിട്ട് ആ സ്പീഡിൽ ഇങ്ങനെ ബോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ മുഖമൊക്കെ മരച്ചു പോകുന്നൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് തോന്നിയത്. പിന്നെ വേറൊരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ 1 hour ജെറ്റ് റൈഡായിരുന്നു. അപ്പം 1 hour ഈ റൈഡ് പോകുമ്പോഴത്തേക്കും ശരിക്കും കുഞ്ഞുങ്ങൾക്ക് അവരുടേതായിട്ടുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് നേരത്തെ അവർക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും അവരുടെ ക്ഷമ നശിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അവർ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എന്നാൽ പോലും അവർ എൻജോയ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബോറിംഗ് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ അല്ലാതെ നല്ല രസമുണ്ടായിരുന്നു, ശരിക്കും നല്ലൊരു റൈഡായിരുന്നു. ഇനി നമ്മളിതേ നടന്ന് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് നമ്മൾ നടന്ന് പോകുന്ന വഴിക്കാണ് ദേ ഈ കുറേ ട്രാവലിന് വേണ്ടിയിട്ടുള്ള കുറേ ബുള്ളറ്റ്സ് ബൈക്സും ഒക്കെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. തെരുവീഥികളിലൂടെ നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്യൂൻസ്റ്റൗണിലെ ഭംഗിയുള്ള നല്ല ഒരു സിറ്റി കൂടെ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ വീട്ടിൽ പോകണം, വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം, എന്നിട്ട് വേണം അടുത്ത ട്രിപ്പിന് നമുക്ക് പോകാനായിട്ട്. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇനി നമ്മൾ ഒരു സ്ഥലത്തും കൂടി ഇന്ന് പോകാനായിട്ട് പോവുകയാണ്. അത് ക്യൂൻസ്റ്റൗണിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ ദൂരെയുള്ള ഗ്ലെനോർക്കിയിലേക്കാണ്. ഗ്ലെനോർക്കി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ടൗണാണ്. ഇത് നമ്മുടെ നോർത്തേൺ എൻഡ് ഓഫ് ലേക്ക് വക്കാറ്റുപു ആണ്. അത് ലേക്ക് വക്കാറ്റുപു എന്ന് പറയുന്നത് സൗത്ത് റീജിയൻ ഒട്ടാഗോയിലുള്ള ഒരു ലേക്ക് തന്നെയാണ്. അതിൻ്റെ ഒരു എൻഡായിട്ടുള്ളൊരു സ്ഥലമാണ്. അതും നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ടൗൺ, അവിടെ കഫേസും പബ്സും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം നമ്മൾ അതിൻ്റെ മനോഹാരിത കാണാനാണ് വൈകിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഈ മരങ്ങളും മലകളും ഒക്കെ തന്നെയാണ്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഗ്ലെനോർക്കി അതിൻ്റെ ഒരു ചെറിയൊരു കെട്ടിടമുണ്ട്. അത് പഴയ ഒരു റെയിൽവേ സ്റ്റേഷൻ വെയിറ്റിംഗ് ഏരിയ അങ്ങനെ ഒരു ഇതായിട്ടാണ് അവിടെ അതിൻ്റെ ഒരു സ്മാരകമായിട്ട് പണിഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടുള്ളൊരു കെട്ടിടമാണ്. പിന്നെ അതിൻ്റെ ചുറ്റും ലേക്കാണ്, ഒരു ചെറിയൊരു പാലമുണ്ട്. അതിൻ്റെ കുറച്ച് നമുക്ക് നടന്നു പോകാനായിട്ട് പറ്റും. മലനിരകളും മരങ്ങളും ലേക്കും എല്ലാം കൂടി ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണത്. ഗ്ലെനോർക്കിയുടെ മനോഹാരിത എല്ലാം കണ്ടതിന് ശേഷം നമ്മളിനി തിരിച്ച് ക്യൂൻസ്റ്റൗണിലേക്ക് പോവുകയാണ്. ക്യൂൻസ്റ്റൗണിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വേണം എത്താനായിട്ട്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും എല്ലാം നല്ല മനോഹരമായ കാഴ്ചകളാണ്. എല്ലാം നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ. ഏകദേശം നേരം സന്ധ്യയാകാറായി. നമ്മളിനി തിരിച്ച് അവിടെ എത്തുമ്പോഴേക്കും രാത്രിയാകും. അങ്ങനെ നമ്മൾ എല്ലാവരും ടയർഡാണ്. രാവിലെ തൊട്ട് ആക്ടിവിറ്റീസും ഇങ്ങനെ ഓരോ സ്ഥലത്തും ഒക്കെ പോയി കുഞ്ഞുങ്ങളും എല്ലാം നല്ല ടയർഡാണ്. അപ്പോൾ എന്നെങ്കിൽ നമുക്ക് വീട്ടിൽ പോകണം, ഭക്ഷണം കഴിക്കണം, റെസ്റ്റ് എടുക്കണം. അതാണ് നമ്മളുടെ നെക്സ്റ്റ് എയിം. ഇന്ന് ഞങ്ങൾ ഡിന്നറിന് ചൂസ് ചെയ്തത് ഫെഗ് ബർഗർ ആയിരുന്നു. ഫെഗ് ബർഗർ കഴിക്കാതെ ക്യൂൻസ്റ്റൗണിൽ നിന്ന് പോകാൻ പറ്റുമോ? അത്രമാത്രം സ്പെഷ്യലായിട്ടുള്ളൊരു ബർഗറാണെന്ന് കടയിൽ ചെന്നപ്പോൾ മനസ്സിലായി. കാരണം അതുപോലെയുള്ള ഒരു തിരക്കും ക്യൂവുമാണ് അവിടെ കണ്ടത്. അവിടെ നിന്ന് നമ്മൾ ക്യൂവിൽ നിന്ന് നമ്മളും അത് വാങ്ങി നമ്മൾ വീട്ടിലേക്ക് വന്നു. സാധാരണ കഴിക്കുന്നതിലും വ്യത്യസ്തമായ ഒരു ബർഗറായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. ഇനി നമുക്ക് കിടന്നുറങ്ങണം, നാളെ രാവിലെ എഴുന്നേക്കണം, അടുത്ത ട്രിപ്പ് പോകണം. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.